രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ എഫ്ഐആറിലെ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. രാഹുൽ യുവതിയെ 3 തവണ ബലാത്സംഗം ചെയ്തുവെന്നും നഗ്ന ദൃശ്യങ്ങൾ പകർത്തി ഭീഷണിപ്പെടുത്തിയെന്നും എഫ്ഐആറിലുണ്ട്. പാലക്കാട് ഫ്ളാറ്റിലെത്തിച്ചും യുവതിയെ ബലാത്സംഗം ചെയ്തു. ബലാത്സംഗം, വിവാഹ വാഗ്ദാനം നൽകി പീഡനം, ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കൽ, വീട്ടിൽ അതിക്രമിച്ചു കയറൽ തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയത്. രാഹുലിനെതിരെ ഉച്ചയോടെ ലുക്കൌട്ട് നോട്ടീസ് ഇറക്കിയേക്കും. വിദേശത്തേക്ക് കടന്നേക്കുമെന്ന സൂചനയെ തുടർന്നാണ് തീരുമാനം. സിജോ വി ജോൺ ചേരുന്നുണ്ട്. സിജോ, ഗുരുതരമായ കുറ്റകൃത്യങ്ങളാണ് എഫ്ഐആറിലുള്ളത്. രാഹുൽ എവിടെയെന്നുള്ളതിനെ കുറിച്ച് ഇതുവരെ ഒരു സൂചനയും ലഭ്യമായിട്ടില്ല. ലുക്കൌട്ട് നോട്ടീസ് ഉടനെ പുറത്തിറക്കാനുള്ള സാധ്യതയാണോ? അന്വേഷണ സംഘത്തിന്റെ നീക്കങ്ങൾ എന്തൊക്കെയാണ്? ഏറ്റവും പ്രധാനപ്പെട്ട വിവരം, നമ്മൾ നേരത്തെ നൽകിയിരുന്ന എഫ്ഐആറിലെ കൂടുതൽ വിശദാംശങ്ങൾ പുറത്തു വരികയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ യുവതിയെ ഗർഭിണിയാണെന്ന് അറിഞ്ഞിട്ടും വീണ്ടും പീഡിപ്പിച്ചു എന്നാണ് പറയുന്നത്. 3 സ്ഥലങ്ങളിൽ വെച്ചാണ്, 3 തവണയാണ് പീഡനം നടത്തിയിരിക്കുന്നത്. തിരുവനന്തപുരത്തും അതോടൊപ്പം തന്നെ പാലക്കാടും വെച്ച് പീഡനം നടത്തി. 2025 ഏപ്രിൽ 22-ാം തീയതി തൃക്കണ്ണാപുരത്തെ വീട്ടിൽ വെച്ചും അതിനുശേഷം പാലക്കാട്ടെ ഫ്ളാറ്റിൽ വെച്ച് പീഡിപ്പിക്കുകയും ചെയ്തു എന്നാണ് ഇതിൽ പറഞ്ഞിരിക്കുന്നത്. അതിജീവിതയെ ദേഹോപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. 2025 മാർച്ച് 17-നാണ് അതിജീവിതയുടെ ഫ്ളാറ്റിൽ വെച്ച് ഭീഷണിപ്പെടുത്തി നഗ്ന ദൃശ്യങ്ങൾ പകർത്തുന്നത്. ഇത് പുറത്തു പറഞ്ഞാൽ ജീവിതം നശിപ്പിക്കുമെന്നും രാഹുൽ മാങ്കൂട്ടത്തിൽ അതിജീവിതയോട് പറഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് ഈ എഫ്ഐആറിലുള്ളത്. ഗർഭം അലസിപ്പിക്കാൻ വേണ്ടി മരുന്ന് നൽകിയത് 2025 മെയ് 30-നാണ്. അങ്ങനെയാണ് ഇത്തരത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പെൺകുട്ടിയെ ഗർഭചിത്രത്തിന് പ്രേരിപ്പിക്കുകയും അങ്ങനെ കാര്യങ്ങൾ ചെയ്യുകയും ചെയ്തിരിക്കുന്നു ഇപ്പോൾ എഫ്ഐആറിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും നേരത്തെ പുറത്തു വന്നിരിക്കുന്ന ഓഡിയോ സന്ദേശങ്ങൾ അതിനേക്കാൾ അപ്പുറത്തേക്ക് ഒരു ഇടപെടലുകൾ രാഹുൽ മാങ്കൂട്ടത്തിൽ നടത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം ഒരു നിയമസഭാംഗമാണ്, ഒരു ജനപ്രതിനിധിയാണ്. അദ്ദേഹമാണ് ഇത്തരത്തിൽ ഒരു സ്ത്രീയെ ബലാത്സംഗം ചെയ്യുകയും അതിനുശേഷം ദൃശ്യങ്ങൾ പകർത്തുകയും ചെയ്തിരിക്കുന്നത്. ആ ദൃശ്യങ്ങൾ പകർത്തിയതിനു ശേഷം വീണ്ടും അത് കാണിച്ചുകൊണ്ട് ഭീഷണിപ്പെടുത്തി പലയിടങ്ങളിൽ കൊണ്ടുപോയി വീണ്ടും ബലാത്സംഗം ചെയ്തു എന്നുള്ളൊരു കണ്ടെത്തലുകളും പോലീസിന് ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു സാഹചര്യത്തിൽ കൂടിയാണ് ഇത്രയും ഗുരുതരമായ വകുപ്പുകൾ പ്രകാരം ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. യെസ്, മാത്രവുമല്ല ഇത്ര ഗുരുതരമായിട്ടുള്ള വകുപ്പുകളുണ്ട്. അന്വേഷണം എത്രയും വേഗം നടത്തുക എന്നതിലേക്കാണ് സർക്കാരിന്റെയും താല്പര്യമെന്ന് മനസ്സിലാക്കുന്നു. കോടതിയെ സമീപിക്കുന്നതുൾപ്പെടെയുള്ള അന്വേഷണത്തിന്റെ അടുത്ത ഘട്ടം ഇനിയിപ്പോൾ അതിജീവിതയുടെ രഹസ്യമൊഴിയെടുക്കാനുള്ള സാധ്യത, ഇതുമായി ബന്ധപ്പെട്ട് മറ്റൊരു പ്രതി കൂടിയുണ്ട്, 2ാം പ്രതിക്കായിട്ടുള്ള അന്വേഷണം, അതെല്ലാം എങ്ങനെ നടക്കുന്നു? അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിനുള്ള അപേക്ഷ ഇന്ന് തന്നെ കോടതിയിൽ ഹാജരാക്കും. ആ മൊഴി കൂടി രേഖപ്പെടുത്തിയതിനു ശേഷം രാഹുലിന്റെ അറസ്റ്റിലേക്ക് കടക്കാൻ വേണ്ടിയിട്ടാണ് അന്വേഷണ സംഘം നീക്കം നടത്തിയിരിക്കുന്നത്. അതിനിടെയാണ് രാഹുൽ മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളിലേക്ക് പോയിരിക്കുന്നത്. ഒരുപക്ഷെ രാഹുൽ കോടതിയിൽ എത്തുന്നതിന് മുമ്പ് തന്നെ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാനുള്ള ഒരു ശ്രമമാണ് അന്വേഷണ സംഘം ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പരമാവധി തെളിവുകൾ അന്വേഷണ സംഘം ശേഖരിക്കുകയാണ്. നിലവിൽ ഈ മൊഴിയുണ്ട്, ലഭിച്ചിരിക്കുന്ന മൊഴിയുണ്ട്. ആ മൊഴിയുടെ ഒപ്പം തന്നെ പരാതി, മൊഴി, അതോടൊപ്പം നൽകിയിരിക്കുന്ന മെഡിക്കൽ രേഖകളുണ്ട്. അതെല്ലാം കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു വിശദമായ അന്വേഷണമാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഒപ്പം എഫ്ഐആറിലെ ഗുരുതരമായിട്ടുള്ള പല കാര്യങ്ങളും ഉണ്ട്. ഗർഭിണിയായപ്പോൾ പോലും ആ സമയത്ത് പോലും വിളിച്ചു വരുത്തി പീഡിപ്പിച്ചു എന്നൊക്കെയുള്ള ഗുരുതരമായിട്ടുള്ള വിഷയങ്ങൾ അതിലുണ്ട്. അത് നിലനിൽക്കെ മറ്റെന്തൊക്കെയാണ് എഫ്ഐആറിലുള്ളത്? എത്രത്തോളം സ്ട്രോങ് ആകും കേസ് എന്നൊക്കെയുള്ള കാര്യത്തിൽ ഇപ്പോൾ പല പ്രതികരണങ്ങളും വരുന്ന സാഹചര്യത്തിൽ ഇതൊന്നും നിലനിൽക്കില്ല എന്നൊക്കെ പലരും അഭിപ്രായപ്പെടുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. പക്ഷേ എത്ര ശിക്ഷ ലഭിക്കാവുന്നത് വരെയുള്ള വകുപ്പുകളാണ് ചുമത്തിയിരിക്കുന്നത്?